വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന 25/1/2025 മുതൽ 31/1/2025 വരെയുള്ള മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ന്യൂസിലേക്ക് പോകാം. എന്താണ് ആദ്യത്തെ ന്യൂസ്? റിസർവ് ബാങ്ക് ഇന്റഗ്രേറ്റഡ് ഓംബുഡ്സ്മാൻ സ്കീം RBIOS 2021 എന്നാണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം. എന്താ? റീസെന്റ് Reserve Bank of India released the annual report for the Ombudsman scheme for the period 2023-24. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി RBIOS എന്താണ്? 2021 എന്ത് ചെയ്യുന്നത്? RBIOS എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്നത് ഏതിന്റെ ഭാഗമായിട്ട്? ഒരു ആൾട്ടർനേറ്റീവ് ഗ്രീവൻസ് റിഡ്രസലിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതിന്റെ ഫ്രെയിംവർക്ക് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്നെയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ തന്നെയാണ്. ഇനി എന്താ ഇതിന്റെ ഒബ്ജക്റ്റീവ്? വൺ നാഷൻ വൺ ഓംബുഡ്സ്മാൻ പ്രിൻസിപ്പിൾ എന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്കീം പ്രവർത്തിക്കുന്നത്. ഇതിൽ 3 ഓംബുഡ്സ്മാൻ സ്കീമുകളാണ് RBI ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഏതൊക്കെയാണ്? ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം 2006, അതുപോലെ തന്നെ എന്താണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനീസ് 2018 ആൻഡ് ഓംബുഡ്സ്മാൻ സ്കീം ഫോർ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ 2019. ഓക്കെ, അപ്പൊ ഈ 3 ഓംബുഡ്സ്മാൻ സ്കീമുകളിൽ മേർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ എന്താണ് ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഈ പറയുന്ന എന്താണ് RBIOS എന്താണ് 2021 ലോഞ്ച് ചെയ്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, അപ്പൊ ഇതാണ് ഇത് കറണ്ട് അഫയർ വരാനുള്ള ഒരു കാരണം. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? കോർപ്പസ് ഫ്ലവർ. എന്താണ് ഇത് ന്യൂസിൽ വരാൻ കാരണം? എന്താ? A rare plant known as the Corpus flower bloomed in Sydney, Australia for the first time in more than a decade. Okay, അപ്പൊ റയർ ആൻഡ് റയറസ്റ്റ് ആയ ഒരു ഫ്ലവർ ആണത്. ഇത് നിലവിൽ സിഡ്നിയിൽ വിരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ് ഈസ് നോൺ ഫോർ ഇൻഫേമസ് റൊട്ടേറ്റിംഗ് സ്മെൽ വെൻ ദ പ്ലാന്റ് ഈസ് ബ്ലൂം. എന്താണ് ഇത് ഫേമസ് ആവുന്ന? എന്താണ്? ഇൻഫ്ലേമസ് റൊട്ടേറ്റിംഗ് സ്മെൽ. ആ ഒരു പ്രത്യേകതയാണ് ഇതിന് കാണാൻ പറ്റുക. ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ വൈൽഡ് ഇൻ ഇന്തോനേഷ്യ. ഓക്കെ, ഏറ്റവും കൂടുതൽ ഇന്തോനേഷ്യയിലെ കാണുന്നത് എന്ത് പേരിലാണ് പറയുന്നത്? നോൺ ആസ് ബുങ്ക ബക്കായ് എന്നുള്ള പേരിലാണ്. ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് ഫ്ലവറിംഗ് സ്ട്രക്ചർ ഓഫ് എനി പ്ലാന്റ് ഇൻ ദ വേൾഡ്, റൈസിംഗ് അപ് ടു 3 meters ഫ്രം ഗ്രൗണ്ട് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് ദ പ്ലാന്റ് ഈസ് ടിപ്പിക്കലി ഡസ് നോട്ട് ബ്ലൂം മോർ ദാൻ once every few years and it lasts only about a day എന്നുള്ളതൊക്കെ ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ഇത് IUCN ലിസ്റ്റ് പ്രകാരം ഏതിലാണ് കിടക്കുന്നത്? എൻഡേഞ്ചേർഡ് കാറ്റഗറിയിലാണ്. അതായത് നശിച്ചുകൊണ്ടിരിക്കുന്ന എന്നുള്ള കാറ്റഗറിയിലാണ് ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ സാധാരണഗതിയിൽ നമ്മൾ എക്സാംസ് ഒക്കെ വരുമ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസ് സ്റ്റാറ്റിക് GK സൈഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്ത് ആ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ശ്രദ്ധിക്കുക. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? ദ ഇന്റർനാഷണൽ സോളാർ കോൺഫറൻസ് സെലിബ്രേറ്റ് 125th ആനിവേഴ്സറി ഓഫ് ദി കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി. ഓക്കെ, എന്താണ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി? അതിന്റെ എത്രാമത്തെ വാർഷികമാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? 125ാമത്തെ വാർഷികമാണ് എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്? നമുക്ക് അബൌട്ട് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിയെ കുറിച്ച് നോക്കാം. എന്താണ് ജെനസിസ്? ഏതാണ്? കറന്റ്ലി ഓൺഡ് ആൻഡ് ഓപ്പറേറ്റഡ് ബൈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ്. നിലവിൽ ആരുടെ അണ്ടറിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ അണ്ടറിലാണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സിന്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്, നിലവില് ഇത് പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ഇതിന്റെ ലൊക്കേഷൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയാണ്? കൊടൈക്കനാൽ പളനി റേഞ്ച് ഓഫ് ഹിൽസ്, തമിഴ്നാടുവിലാണ് എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ലൊക്കേഷൻ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് കൊടൈക്കനാൽ വാസ് ചൂസൺ ഫോർ ഇറ്റ് പ്രോമിക്സിറ്റി ടു ഇക്വേറ്റർ ആൻഡ് ഇറ്റ്സ് ഡസ്റ്റ് ഫ്രീ ഹൈ ആൾട്ടിറ്റ്യൂഡ് ലൊക്കേഷൻ എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഈ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അത്തരം ഒരു പ്രത്യേകത കൂടി ഇതിന് കാണാൻ പറ്റും, ഇതിനെന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് ഒബ്ജക്റ്റീവ് എന്താ? It was set up to obtain more data on how the sun heats up
എർത്ത് അറ്റ്മോസ്ഫിയർ ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് മൺസൂൺ പാറ്റേഴ്സ് എന്നൊക്കെ ഉണ്ടല്ലോ. അല്ലെങ്കിൽ ഏതിന്റെ ഒബ്ജക്റ്റീവാണ്? ഇതിന്റെ ഒബ്ജക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റുമെന്നുള്ള ഏതിന്റെ പ്രത്യേകതയാണ്? ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരം പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊക്കെയാണ് ഇതിനുള്ളത്. ഈ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിക്ക് എന്താണ് ഉള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കാം. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? മിനിസ്റ്റർ ഓഫ് കോർപ്പറേഷൻ റീസെന്റ് അഡ്രസ്ഡ് ദ ഇനാഗുറൽ ഫംഗ്ഷൻ ഓഫ് ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ് 2025. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ കുറിച്ച് നോക്കാം. The UN General Assembly declared Cooperative 2025. The United Nations General Assembly declared 2025 as the International Year of Cooperatives in 2024. അതായത് എന്താണ്? നമ്മുടെ യുണൈറ്റഡ് നാഷൻസ് ജനറൽ അസംബ്ലി എന്ത് ചെയ്തിട്ടുണ്ട്? 2024 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? 2020 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ആദ്യമായിട്ട് എന്നാ ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2012 ഇതിന്റെ തീം എന്താണ്? കോപ്പറേറ്റീവ്സ് ബിൽഡ് എ ബെറ്റർ. ഒബ്ജക്റ്റീവ് എന്താ? ടു റൈസ് പബ്ലിക് അവയർനെസ് ഓഫ് contribution of the cooperative enterprises to poverty reduction, employment generation, etc. ഇതൊക്കെയാണ് ഇതിന്റെ തീം എന്ന് വിളിക്കുന്നത്. ഇന്റർനാഷണൽ ഇയർ ഓഫ് കോപ്പറേറ്റീവ്സിന്റെ തീമായിട്ട് നമ്മൾ പറയുന്നു, ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നു. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ. ക്യാപിറ്റൽ എവിടെയാണ്? കിൻസഹയാണ് വരുന്നത്. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? നമുക്ക് നോക്കി നോക്കാം. എന്താ? റീസെന്റ് ഇൻക്രീസിംഗ് hostility in eastern part of Democratic Republic of Congo (DRC) by non-state armed group M23 have caused mass displacement in the region. Okay, ഇതാണ് ഇതിന്റെ എന്തായി വരാനുള്ള കാരണം? ഇതൊരു ന്യൂസ് ആയിട്ട് വരാനുള്ള ഒരു കാരണം. ഇനി നമുക്ക് ഈ രാജ്യത്തെ കുറിച്ച് എന്ത് ചെയ്യാം? ഇതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ കോണ്ടിനെന്റ് ആഫ്റ്റർ അൾജീരിയ, അതായത് സെക്കൻഡ് ലാർജസ്റ്റ് കൺട്രി. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ രാജ്യം ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ അൾജീരിയയാണ്, ശേഷം വരുന്നതാണ്. അതുപോലെ തന്നെ ദ ലാർജസ്റ്റ് ഇൻ ആഫ്രിക്ക എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യം അല്ലെ. ഇതിന്റെ ലാൻഡ് ബൗണ്ടറീസ് നോക്കുകയാണെങ്കിൽ എന്താണ്? അങ്കോള, ബുറുണ്ടി, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, റിപ്പബ്ലിക് ഓഫ് കോങ്കോ, റണ്ട്വ, സുഡാൻ, ടാൻസാനിയ, ഉഗാണ്ട ആൻഡ് സിംബാബ്വ. ഇത്രയും രാജ്യവുമായിട്ടാണ് എന്ത് ഷെയർ ചെയ്യുന്നത്? ലാൻഡ് ബൗണ്ടറി ഷെയർ ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ഇനി മാരിടൈം ബൗണ്ടറി ഏത് കടലുമായിട്ടാണ് ഷെയർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കടലുമായിട്ടാണ്? ഇതാ ഇവിടെ നിങ്ങൾക്ക് ഒരു ചെറിയ പോയിന്റ് കാണാൻ പറ്റും അല്ലെ. അത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഏതുമായിട്ടാണ്? അറ്റ്ലാന്റിക് ഓഷനുമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ്? മേജർ റിവർ ഏതാണ്? കോങ്കോ റിവർ ആണ്. സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ആഫ്റ്റർ നൈൽ റിവർ എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് വെജിറ്റേഷൻ ഏതൊക്കെയാണ്? ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ആണ്. ആൻഡ് കോങ്കോ ബേസിൻ ഈസ് ഹോം ടു ദ വേൾഡ് ലാർജസ്റ്റ് ട്രോപ്പിക്കൽ പെറ്റ്ലാൻഡ്സ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി മിനറൽസ് ഏതൊക്കെ? കൊബാൾട്ട്, ഗോൾഡ്, കോപ്പർ, കോള്, അയൺ ഓർ, ലിഥിയം ഇതൊക്കെ ഏതാണ്? ഇവിടെ വരുന്ന മിനറൽസ് ആണ് എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത്. ഗ്രീൻ എനർജി ഓപ്പൺ ആക്സസ് റൂൾ 2022. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ദ കർണാടക ഹൈക്കോർട്ട് സ്ട്രക്ക് ഡൗൺ ദ ഇലക്ട്രിസിറ്റി പ്രൊമോട്ടിംഗ് റിന്യൂവബിൾ എനർജി ത്രൂ ദ ഗ്രീൻ എനർജി ഓപ്പൺ ആക്സസ് റൂൾസ് 2022. ഇതാണ് ഇത് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം. എന്താണ് പറയുന്നത്? The court noted that center had no powers to frame these specific rules and the relevant commission at the state level was authorized to regulate open access എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ഗ്രീൻ എനർജി ഓപ്പൺ ആക്സസ്
റൂൾസ് 2022 എന്താ? നോട്ടിഫൈഡ് ഫോർ പ്രൊമോട്ടിംഗ് ജനറേഷൻ and consumption of green energy, including the energy from waste to energy planned through an open access എന്നുള്ളതാണ്. And GORA is allowed to consumer and limited to open access transaction having reduced from 1 megawatt to 100 kilowatt for green energy എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ്. ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പത്മ അവാർഡ്സ് എന്താണ് പറയുന്നത്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ഹാസ് അനൗൺസ്ഡ് പത്മ അവാർഡ്സ് 2025 ഓൺ റിപ്പബ്ലിക് ഡേ. ഓക്കെ, ഇതാണിത് ന്യൂസിൽ വരാനുള്ളതാണ് കാരണം. നമുക്ക് നോക്കാം പറയുന്നത് പത്മ അവാർഡ്സ് എന്ത് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റാം. ഇനി എന്താണ് പത്മ അവാർഡിന്റെ പ്രത്യേകത? ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് ഓഫ് ദ കൺട്രി. ഓക്കെ, നമ്മുടെ രാജ്യത്തിലെ തന്നെ ഹയസ്റ്റ് സിവിലിയൻ അവാർഡ്സ് ആണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? പത്മ അവാർഡ്സ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി പ്രത്യേകത എന്താ? കൺഫേർഡ് ബൈ പ്രസിഡന്റ്, രാഷ്ട്രപതി ഭവൻ ഇൻ 3 കാറ്റഗറി. കാണാൻ പറ്റും. ഓക്കെ, ആ 3 കാറ്റഗറീസ് എന്തൊക്കെ പേരിലാണ് പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത്? ഒന്ന് എന്ന് വിളിക്കുന്നത് പത്മവിഭൂഷൺ ഫോർ എക്സെപ്ഷണൽ ആൻഡ് ഡിസ്റ്റിങ്ക്വിഷ്ഡ് സർവീസിനാണ്. 2 പത്മഭൂഷൺ ആണ്, എന്താണ്? ഫോർ ഡിസ്ഗൈസ്ഡ് സർവീസസ് ഓഫ് ഹൈ ഓർഡർ ആൻഡ് പത്മശ്രീ ഫോർ ഡിസ്ഗൈസ്ഡ്. അങ്ങനെ 3 മേഖലകളിലേക്കാണ് എന്ത് ചെയ്യുന്നത് പത്മ അവാർഡ്സ് കൊടുക്കുന്നത്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ ആൻഡ് പത്മശ്രീ തുടങ്ങിയവ. ആൻഡ് അവാർഡ്സ് ആർ ഗിവൻ ഇൻ വേരിയസ് ഡിസിപ്ലിൻ, field of activities, art, social work, public affairs, science and engineering, trade and industry, medicine, literature and education, sports, civil services തുടങ്ങിയ മേഖലകളിലാണ് പ്രധാനമായിട്ടും കൊടുക്കുക. ഇനി ഇതെന്താണ് കൊടുക്കാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ എന്നാ അനൗൺസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എല്ലാ വർഷവും എന്താണ് റിപ്പബ്ലിക് ഡേക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് അനൗൺസ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഈ പത്മ അവാർഡ്സിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് പ്രധാനമായിട്ടും നമുക്ക് ഏതുമായി ബന്ധപ്പെട്ട് നോക്കാനുള്ളത്? പത്മ അവാർഡ്സുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് നോക്കാനുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ പത്മശ്രീ സ്കീമാണ്. PM സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത് ഇത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കി നോക്കാം എന്താണ് ഈ പത്മശ്രീ സ്കീം എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. എന്താണ് പറയുന്നത്? ആസ് പെർ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ MOE, PM Shri schools witness around 76% rise in student enrollment in 5 states: Manipur, Tripura, Rajasthan, Meghalaya and Madhya Pradesh. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി ഈ സ്കീമിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ നോഡൽ ഏജൻസി ഏതാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇതിന്റെ നോഡൽ ഏജൻസി. ടൈപ്പ് ഏതാണ്? സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്. എന്നാണ് ഇത് ലോഞ്ച് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് 2022 എന്ത് ചെയ്യുന്നത് ഇത് ലോഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുക. ഇതിന്റെ ഡ്യൂറേഷൻ എത്രയാണ്? 5 വർഷമാണ് ഇതിന്റെ ഡ്യൂറേഷൻ. 2022-23 മുതൽ 2026-27 വരെ. ഇനി ഇതിന്റെ എയിം എന്താ? ടു ഡെവലപ്പ് മോർ ദാൻ 14,500 PM Shri schools managed by central government, state government, union territory government and local bodies എന്നുള്ളതാണ്. ഇനി ഫണ്ടിങ് പാറ്റേൺ എന്താണ്? 16-14 ആണ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ്, യൂണിയൻ ടെറിട്ടറീസ് വിത്ത് ലെജിസ്ലേറ്റീവ് എക്സ്പെക്ട് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീരിൽ മാത്രം ഈ റേഷ്യോയിൽ എന്ത് ചെയ്യാൻ പറ്റും, വ്യത്യാസം കാണാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? എറ്റിക്കോപ്പ ഡോൾസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? എറ്റിക്കോപ്പ ഡോൾസ് ഷോക്കേസ്ഡ് അറ്റ് പ്രസിഡന്റ് റിസപ്ഷൻ ഫോർ റിപ്പബ്ലിക് ഡേ. ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒറിജിൻ എന്താണ്? 400 years ഓൾഡ് ക്രാഫ്റ്റ് എറ്റിക്കോപ്പ ആൻഡ് ആന്ധ്രാപ്രദേശ്. ഏകദേശം ആന്ധ്രാപ്രദേശിലെ 400 വർഷം പഴക്കമുള്ള ഒരു ആർട്ടാണിത്. ഇനി എന്താണ് 2017 ഇതിന് എന്ത് കിട്ടിയിട്ടുണ്ട്? ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ GI ടാഗ് കിട്ടിയതായിട്ട് കാണാൻ പറ്റും. ആൻഡ് മെയ്ഡ് ഫ്രം വുഡ്
അൻകുരുട്രി, അതായത് ഒരു പ്രത്യേക മരത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കുന്ന, നോൺ ഫോർ ദ ലൈറ്റ് വെയിറ്റ് ആൻഡ് സ്മൂത്ത് ടെക്സ്ചർ. ഇത് എന്തിന്റെ പേരിലാണ് ഫേമസ് ആവുന്നത്? അതിന്റെ ലൈറ്റ് വെയിറ്റ് അല്ലെങ്കിൽ സ്മൂത്ത് ടെക്സ്ചറിന്റെ പേരിലൊക്കെയാണ് ഇത് ഫേമസ് ആവുന്നത്. ദേ ഡു നോട്ട് കണ്ടെയ്ൻ ഐറ്റം. ഇതിനെന്താണ് ഹെവി മെറ്റൽസ് അല്ലെങ്കിൽ ടോക്സിക് ഐറ്റംസ് കാണാൻ പറ്റില്ല. മെയ്ഡ് പ്യൂർലി ഔട്ട് ഓഫ് നാച്ചുറൽ എലമെന്റ്സ് ലൈക്ക് സീഡ്സ്, ലേക്വർ, ബാർക്ക്, റൂട്ട്സ് ആൻഡ് ലീവ്സ് ഒക്കെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് പ്രോസസ് ഓഫ് മേക്കിംഗ് ഈസ് നോൺ ആസ് ദ തരിണി എന്ന പേര്. ഇതിന്റെ മേക്കിംഗ് പ്രോസസ് എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുന്ന പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ ന്യൂസിൽ എന്താണ് വന്നിരിക്കുന്നത്? ജോർജിയ. ക്യാപിറ്റൽ എവിടെയാണ്? എന്താണ് പറയുന്നത്? ജോർജിയ ഹാസ് ബീൻ സർട്ടിഫൈഡ് ആസ് മലേറിയ ഫ്രീ ബൈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, WHO ജോർജിയ എന്തായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്? ഒരു മലേറിയ ഫ്രീ വേൾഡ് ആയിട്ട് അല്ലെങ്കിൽ മലേറിയ ഫ്രീ ഏരിയ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ എന്താണ് പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇതിന്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇതിന്റെ ഒരു റീജിയൻ നമുക്ക് ഇന്റർസെക്ഷൻ കാണാൻ പറ്റിയ ഈസ്റ്റേൺ യൂറോപ്പ് ആൻഡ് വെസ്റ്റ് ഏഷ്യയിലാണ് ഇത് കാണാൻ പറ്റുക. ആൻഡ് ബോർഡറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്? റഷ്യ, നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. റഷ്യ സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ആൻഡ് അസർബൈജാൻ ആണ് ഈസ്റ്റ് ആൻഡ് സൗത്ത് ഈസ്റ്റിൽ സ്ഥിതി ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ആൻഡ് അർമേനിയ ആൻഡ് തുർക്കിയാണ് സൗത്തിൽ എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ബോർഡറിംഗ് വാട്ടർ ബോഡീസ് ഏതാണ്? ബ്ലാക്ക് സീ ആണ് എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ എന്താണ്, ഹയസ്റ്റ് പോയിന്റ് ഏതാണ്? മൗണ്ട് ഷക്കരയാണ്. ആൻഡ് ഏകദേശം 5068 മീറ്റർ ആണ്. ഇനി മൗണ്ടൈൻ റേഞ്ചസ് എന്താ? ഗ്രേറ്റ് കോസ് റേഞ്ച് ആണ്, ലെസർ കോസസ് റേഞ്ച് ആണ്. മേജർ റിവേഴ്സ് ഏതാ? ഇംഗുറി, റൈനി, മിഡ്കാവരി ആൻഡ് കൊഡോരി ആണ്. കോൺഫ്ലിക്ട് റീജിയൻസ് ഏതൊക്കെയാണ്? അഫ്ഗാനിയ, സൗത്ത് ഓസ്റ്റേനിയ ആൻഡ് അർജേനിയ ഒക്കെ എന്താണ് ഇതിന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? ഓപ്പറേഷൻ സങ്കൽപ്. എന്താണ് ഓപ്പറേഷൻ സങ്കൽപ്? എന്താണ് ന്യൂസിൽ വരാനുള്ള കാരണം? എന്താ? റീസെന്റ് ദ വായുസേന മെഡൽ വാസ് അവാർഡഡ് ടു ഓഫീസേഴ്സ് ഫോർ എക്സിക്യൂട്ടിംഗ് ഓപ്പറേഷൻ സങ്കൽപ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി ഓപ്പറേഷൻ സങ്കൽപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഇറ്റ് വാസ് ലോഞ്ച്ഡ് ബൈ ഇന്ത്യൻ നേവി ടു പ്രൊട്ടക്ട് ദ മാരിടൈം കമ്മ്യൂണിറ്റി ഫ്രം വേരിയസ് നോൺ ട്രഡീഷണൽ ത്രെഡ്സ് ഇൻ ദ ബാക്ക്ഡ്രോപ്പ് ഓഫ് ഇസ്രായേൽ ഹമാസ് കോൺഫ്ലിക്ട് എന്നുള്ളതാണ്. ആൻഡ് it included 3 areas of operations: Gulf of Aden and adjoining areas, Arabian Sea and east coast of Somalia. And during the operation, the Navy responded to a number of incidents, saving lives, seizing narcotics, rescuing hijack of merchant vessels. ഒക്കെയാണ് എന്താണ് ഇതിന്റെ പ്രധാനമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, അവരതിൽ കാഴ്ച വെച്ചിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റാം, ഇതിൽ കാഴ്ച വെച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക എന്നുള്ളതും ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ന്യൂസ്, ബോംബ് സൈക്ലോൺ. ഓക്കെ, ഇനി എന്താണ് ഈ ബോംബ് സൈക്ലോൺ? എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ നമുക്ക് നോക്കി നോക്കാം, എന്തുകൊണ്ടാണ് ബോംബ് സൈക്ലോൺ ന്യൂസിൽ വരാനുള്ളൊരു കാരണം. ഓക്കെ, ദ സ്ട്രോം ഈലോൺ formed over the Ireland and Scotland has been termed as the bomb cyclone because its pressure dropped by 50 millibars in 24 hours. Okay, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണെന്നുള്ളതാണ്. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ഓക്കെ, ഇനി ഈ ബോംബ് സൈക്ലോണിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, എ സ്ട്രോം ക്യാൻ ബി കോൾഡ് ബോംബ് സൈക്ലോൺ വെൻ ഇറ്റ് ഈസ് ദ സെൻട്രൽ എയർ പ്രഷർ ഡ്രോപ്സ് ബൈ അറ്റ്ലീസ്റ്റ് 24 millibars in 24 hours ആണ്. ആൻഡ് ബോംബ് സൈക്ലോൺ ഗെറ്റ് ദയർ നെയിം ഫ്രം ദ മെട്രോളജിക്കൽ ടേം ബോംബ് ജെനിസിസ്, വിച്ച് റെഫേഴ്സ് ടു വെൻ എ മിഡ് ലാറ്റിറ്റ്യൂഡ് സൈക്ലോൺ intervenes over 24 hours period ആണ്. ആൻഡ് this is often caused by cold and warm air masses correlating an event that leads to pressure to drop on, and majority of these occur over the
ocean throughout the year and can be tropical or non-tropical in nature എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത്. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് ഡർഫർ ക്രൈസിസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് the prosecutor of International Criminal Court ICC called on the UN Security Council to act and was signing atrocities in Sudan Darfur region. ഓക്കെ, ഇതിന്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസിൽ വന്നത്. ഇനി ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ്? ഡർഫർ ഈസ് എ റീജൺ ഇൻ വെസ്റ്റ് സുഡാൻ. ഓക്കെ, വെസ്റ്റ് സുഡാനിൽ കാണുന്ന ഒരു റീജൺ ആണ് ഇത് ഡർഫർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. And is home to approximately 80 tribes and ethnic groups witnessing the tribal and ethnic conflict. ഇവിടെ ഏകദേശം 80ഓളം ട്രൈബ്സ് എന്ത് ചെയ്യുന്നുണ്ട്? എത്നിക് കോൺഫ്ലിക്റ്റുകൾക്ക് കാരണമാകുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ സാധിക്കും. And the conflict escalated in 2003 when rebels, Sudan Liberalization Army and Justice and Equality Movement took the arms against the Sudanese government against the unequal distribution of economic resources, leading to loss and displacement of numerous lives എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു കാര്യത്തിന് തുടക്കം കുറിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കും. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ലാവോപീഡിയ, പീപ്പിൾസ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, ക്യാപിറ്റൽ ഏതാണ്? വിയറ്റ്നാമാണ്. ആൻഡ് ന്യൂസ് എന്താ വരാൻ കാരണം? റീസെന്റ് ഇന്ത്യൻ എംബസി റെസ്ക്യൂഡ് 67 ഇന്ത്യൻസ് ഫ്രം സൈബർ സ്കാം സെന്റേഴ്സ് ഇൻ ദ ഗോൾഡൻ ട്രയാങ്കിൾ സ്പെഷ്യൽ എക്കോണമിക് സോൺ ഓഫ് ലാവോപീഡിയ. ഇനി പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ലൊക്കേഷൻ എന്താണ്? ലാൻഡ് ലോക്ക്ഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യയാണ്. ഗോൾഡൻ ഒപ്റ്റിമം പ്രൊഡ്യൂസിംഗ് റീജിയൻസ് അലോങ് തായ്ലാൻഡ് ആൻഡ് മ്യാൻമാർ എന്നുള്ള ഇതിന്റെ ഭാഗമാണ്. ലാൻഡ് ബൗണ്ടറീസ് എന്താ? ചൈന നോർത്ത്, വിയറ്റ്നാം നോർത്ത് ഈസ്റ്റ് ആൻഡ് ഈസ്റ്റ്, സൗത്ത് തായ്ലാൻഡ് വെസ്റ്റ്, മ്യാൻമാർ എന്താണ്? നോർത്ത് വെസ്റ്റ് ആണ്. ഇനി മെമ്പർ ഓഫ് അസോസിയേഷൻസ് ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നാഷൻസ്, ആസിയ എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് എന്താ? പ്ലാറ്റ്യൂസ് എന്താണ്? സിംബിങ്, ബോൾവനസ് ആൻഡ് കോമൺ ആണ്. ആൻഡ് മൗണ്ടൻ റേഞ്ചസ് ഏതൊക്കെയാണ്? അനിമറ്റിക് റേഞ്ച്, ലോങ്കം പരങ് റേഞ്ച് ഒക്കെയാണ്. ഹയസ്റ്റ് പീക്ക് ഏതാണ്? ഫുബിയാണ്. മേജർ റിവേഴ്സ് ഏതൊക്കെയാണ്? മീകോങ്, ബോർഡറിംഗ് മ്യാൻമാർ ആൻഡ് തായ്ലാൻഡ്, ക്യാപിറ്റൽ വിയറ്റ്നാം, ലൊക്കേറ്റഡ് ഓൺ ദിസ് റിവർ എന്നുള്ളത് ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ബൈ പാറ്റേണൽ മൗസ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? സയന്റിസ്റ്റ് ക്രിയേറ്റ് ദ ഫസ്റ്റ് അഡൽട്ട് മൗസ് വിത്ത് ദ 2 male parents എന്നുള്ളതാണ്. ഓക്കെ, ഇതിനെ കുറിച്ച് നോക്കാം. ഇറ്റ് വാസ് മെയ്ഡ് പോസിബിൾ ത്രൂ ടാർഗറ്റഡ് ഇംപ്രിന്റിംഗ് ജീൻ എഡിറ്റ്സ് ആണ്. ആൻഡ് ESC എന്ന് പറഞ്ഞാൽ എന്താ? പ്ലൂപ്രോണന്റ് സെൽസ് വിച്ച് ഗീവ്സ് റൈറ്റ്സ് ടു ഓൾ സോമിക് സെൽ ടൈപ്സ് ഇൻ ദ embryo, and researchers targeted 20 imprinting genesis overcome barriers in the unisexual reproduction using different techniques including CRISPR, framesheet mutations, gene detections and regulatory region edits ആണ്. And this demonstration the potential for overcoming barriers to unisexual mammalian reproduction and improving regenerative medicine എന്നുള്ള ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ഡീപ് സീക്ക് AI. എന്താണ്? ചൈനാസ് ഡീപ് സീക്ക് AI മോഡൽസ് നെയ്മഡ് ഡീപ് സീക്ക് വേർഷൻ 3 ആൻഡ് ഡീപ് സീക്ക് R1 പെർഫോം റോൾ par which ChatGPT challenging Western dominance in AI. ഇനി ഡീപ് സീക്കിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? They are advanced open source AI language models and more efficient in reasoning, coding and mathematical computation ആണ്. They are also cheaper to use. DeepSeek R1 is reported to be 20 to 50 times cheaper than OpenAI models ആണ്. And it leads to Jevons paradox. എന്താണ്? Technologically progress that makes a resource cheaper or more efficient to use often leads in an increase in demand for the resource എന്നാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് സിലിക്കൺ കാർബൈഡ്. ഓക്കെ, എന്താണ് സിലിക്കൺ കാർബൈഡ്? എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താണ്? Researchers have extracted silicon carbide from simultaneous moon soil, which could lead making of silicon carbide based composite for building lunar habitats എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്. ഇനി എന്താണ്? It is known as carbonium. Silicon carbide is a synthetically produced crystalline compound of silicon and carbon ആണ്. Properties എന്താണ്? Extremely hard, high thermal conductivity, excellent resistance to wear and oxidation, resistance to chemical reaction ഒക്കെ ഇതിന്റെ ഭാഗമാണ്. ആപ്ലിക്കേഷൻ എന്താണ്?
electrical, mechanical, structural and field in the armor industries പ്രത്യേകതയാണ് ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് നഗോബ ജാത്ര. The Nagoba Jatra is whole event of Merzam clan Adivasi Gond started in the Adisal district of Telangana. ഇതാണ് ഇത് ന്യൂസ് വരാനുള്ള കാരണം. And tribal people from Maharashtra, Chhattisgarh, Odisha and Madhya Pradesh belonging to Merzam clan offer prayers. അപ്പൊ ഏതൊക്കെ സംസ്ഥാനങ്ങളിലെ ആളുകൾ ഇതിന്റെ ഭാഗമാവുന്നുണ്ട്? മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ ആൻഡ് മധ്യപ്രദേശ് ആണ്. The Gusadi dance performance എന്നാണ് ഇതിനെ മേജർ അട്രാക്ഷൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ് എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വൺ നമുക്ക് നോക്കാം. എന്താണ് നെക്സ്റ്റ് വൺ എന്താണ് പറയുന്നത്? About Gond tribe. എന്താണ്? A community around 4 million people spread all over central India. They have recorded history of 1400 years. And the Gond tribe comes from the Dravidian expression called, which means green mountain എന്നുള്ള ഇതിന്റെ പ്രത്യേകതയാണ്, ഇതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ഫീൽഡ് മാർഷൽ KM കരിയപ്പ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1899 മുതൽ 1993 വരെയാണ്. അദ്ദേഹത്തിന്റെ ബർത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കും. And he was independent India's first commander-in-chief of army, a role previously reserved for the British എന്നുള്ളതാണ്. മിലിറ്ററി കാരിയർ അദ്ദേഹം ഏകദേശം 1919 മുതൽ 1983 വരെയായിരുന്നു. He is the first Indian commander to battalion in the Indian Army എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. During World War II, he served the Middle East and Burma. അതുപോലെ തന്നെ following his retirement, he served as the Indian High Commissioner to Australia and New Zealand എന്നുള്ള ഇദ്ദേഹത്തിന്റെ കാരിയറിന്റെ പ്രത്യേകതയാണ്. The government conferred the rank of Field Marshal കരിപ്പ in 1986. 1986 എന്ത് ചെയ്യുന്നുണ്ട്? ഫീൽഡ് മാർഷൽ എന്നുള്ള റാങ്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റ് ഇദ്ദേഹത്തിന് കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റുമെന്നുള്ളതും ഇദ്ദേഹത്തിന്റെ കാരിയറിന്റെ പ്രത്യേകത. നെക്സ്റ്റ് വണ്ണാണ് ഇത് എക്കോണമിക് കമ്മ്യൂണിറ്റി ഓഫ് വെസ്റ്റ് ആഫ്രിക്കൻ സ്റ്റേറ്റ്, ഇക്കോവാസ്. എന്താണ് ന്യൂസിൽ വരാനുള്ള ഒരു കാരണം? എന്താ? 3 countries മാലി, ബർക്കിനിയ ഫാസോ ആൻഡ് നിഗർ under military rule have officially left West African region bloc ECOWAS following diplomatic tensions. ഇതിന്റെ ഭാഗമായിട്ടാണ്. ഇതിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇതെന്താണ് നിലവിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 1975 ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെ വെച്ച് കഴിഞ്ഞാൽ ഇതാ അബൂജ, നൈജീരിയയിലാണ് എന്ത് ചെയ്യാൻ പറ്റുക, ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. ആൻഡ് എയിം എന്താണ്? ടു പ്രൊമോട്ട് എക്കോണമിക് കോർപ്പറേഷൻ among member states in the order to rise living standards and promote economic development ആണ്. And citizens of ECOWAS countries have the right to live and work in all member states along with the free സർക്കുലേഷൻ ഓഫ് ഗുഡ്സ് ആണ്. ഏകദേശം 12 മെമ്പേഴ്സ് ആണ് ഇതിനുള്ളത്. ആഫ്റ്റർ കറന്റ് വിഡ്രോവൽ ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനിൻ, കാബോ വർഡെ, കോട്ട് ഡി ഐവറെ, ദ ഗാംബിയ, ഖാന, ഗുയാന ബിസു, ലിബെരിയ, നൈജീരിയ, സെംഗൽ, സൈറയിലോണോ, ടോഗോ തുടങ്ങിയ രാജ്യങ്ങളെയാണ് നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റുക, മെമ്പേഴ്സ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് ഡൊമിസൈൽ ബേസ്ഡ് റിസർവേഷൻ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് സുപ്രീം കോർട്ട് ഹെൽഡ് ഡൊമിസൈൽ ബേസ്ഡ് റിസർവേഷൻ ഇൻ PG മെഡിക്കൽ സീറ്റ്സ് ഇംപ്രസിബിൾ ഇൻ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ഫോർ ബീയിങ് വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ 14 എന്നുള്ളത്. നമുക്കറിയാം ആർട്ടിക്കിൾ 14 എന്താണ്? ഈക്വാലിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ ആണ്. ജസ്റ്റ് നോട്ടിൽ വെച്ചാൽ മതി ഈ സൈഡിൽ. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 16 ക്ലോസ് 2 16 ക്ലോസ് 3 ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് നോക്കി വെച്ചാൽ മതി അല്ലെ. ഇപ്പൊ 16 ക്ലോസ് 2 ആണെങ്കിൽ ഒരു വ്യക്തിയെ റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, ഡിസെന്റ്, പ്ലേസ് ഓഫ് ബർത്ത്, റെസിഡൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഇൻഎലിജിബിൾ ആക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ 16 ക്ലോസ് 3 എന്താണ്? ഹൗവർ അലൗസ് പാർലമെന്റ് ടു മേക്ക് ലോ പ്രിസ്ക്രൈബിംഗ് റെസിഡൻസ് സ്റ്റേറ്റ് ഓഫ് യൂണിയൻ ടെറിട്ടറീസ് ആണ്. ഓക്കെ, അപ്പൊ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ആൻഡ് നെക്സ്റ്റ് ന്യൂസ് എന്താണ്? ടീസ്റ്റാ റിവർ. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? The Union Ministry of Environment, Forest and Climate Change approved the proposal for rebuilding the Teesta 3 dam located on the main Teesta River
ഡിസ്പൈറ്റ് ഡിസൈൻ ആൻഡ് സ്റ്റെബിലിറ്റി കൺസേൺസ്. ഇത് ബന്ധപ്പെട്ടാണ്. ഇനി ഇതിന്റെ ഒറിജിൻ നോക്കുകയാണ് എവിടെയാണ്? ടിസോ ലാംബോ ലേക്ക് ഇൻ നോർത്ത് സിക്കിം ആണ്, ഫ്ലോസ് ത്രൂ ഇന്ത്യ, വെസ്റ്റ് ബംഗാൾ ആൻഡ് സിക്കിം. അതുപോലെ തന്നെ ബംഗ്ലാദേശിലൂടെയും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ട്രൈബ്യൂട്ടറി ഏതാണ്? ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിൽ നിന്ന്. റിവർ റാങ്കിത് ഈസ് ദ ട്രൈബ്യൂട്ടറി ഓഫ് സ്റ്റീറ്റയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കോഴ്സ് എന്താ? ഫ്ലോസ് സൗത്ത് ടു സിവാലിക് ഹിൽസ്, സൗത്ത് ഈസ്റ്റ് വിയ സിലോഖോള പാസ് ഇൻ ടു വെസ്റ്റ് ബംഗാൾ ആണ്. ആൻഡ് ഡ്രെയിൻസ് ഇൻ ടു ഒറിജിനേറ്റ് എംപൈറ്റൻ ഡയറക്ട് ടു അപ്പർ പത്മ റിവർ അഥവാ ഗംഗയാണ്. നെക്സ്റ്റ് ന്യൂസ് ആണ് എന്ത്? ആസ്ട്രോയിഡ് ബെന്നു. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? അക്കോർഡിംഗ് ടു സയന്റിസ്റ്റ്, സാമ്പിൾസ് ഫ്രം ബെന്നു ആസ്ട്രോയിഡ് റിവീൽഡ് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ് എന്നുള്ളതാണ്. ആൻഡ് എന്താണ്? ബെന്നു ഈസ് എ സ്മോൾ നിയർ എർത്ത് ആസ്ട്രോയിഡ് ദാറ്റ് പാസസ് റിലേറ്റീവ്ലി ക്ലോസ് ടു എർത്ത് അബൌട്ട് ദ എവറി 6 years ആണ്. ആൻഡ് നാസാസ് spacecraft collected samples in 2020 using a robotic arm and returned them to Earth in 2023. Analysis ആണ്. ഫൈൻഡിങ്സ് എന്താണ്? essential life building components including amino acids, nucleobases and mineral suggesting water once എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. ആൻഡ് എന്താണ് പറയുന്നത്? കാർബൺ റിച്ച് ആസ്ട്രോയിഡ് ആണ്. 700 to 2 billion years ago എന്നുള്ളതിന്റെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് ന്യൂസിൽ വന്നിരിക്കുന്ന സ്ഥലം ഏതാണ്? ഒമാൻ. ക്യാപിറ്റൽ ഏതാണ്? മസ്കറ്റ് ആണ്. എന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെന്റ് ഇന്ത്യ ആൻഡ് ഒമാൻ ഹാവ് agreed to amend double taxation avoidance agreement to promote greater cooperation of taxation. ഇതിന്റെ ഭാഗമായിട്ടാണ്. പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് എന്താ? occupies the southeastern coast of the Arabian Peninsula at the confluence of the present Gulf of Arabian Sea ആണ്. bounded by ഏതാണ്? യമൻ ആണ് സൗത്ത് വെസ്റ്റ്, ആൻഡ് അറേബ്യൻ സീ സൗത്ത് ആൻഡ് ഈസ്റ്റ്, ഗൾഫ് ഓഫ് ഒമാൻ നോർത്തിലും, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് സൗത്ത് വെസ്റ്റിലും, സൗദി അറേബ്യ വെസ്റ്റിലാണ് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സിൽ ക്ലൈമറ്റ് എങ്ങനെ? ഹോട്ട് ഹ്യൂമിഡ് എലോങ് കോസ്റ്റ് ആണ്, ഹോട്ട് ഡ്രൈ ഇന്റീരിയർ ആൻഡ് സ്ട്രോങ് സൗത്ത് വെസ്റ്റ് സമ്മർ മൺസൂൺ ആണ്, മെയ് ടു സെപ്റ്റംബർ. ആൻഡ് കോസ്റ്റൽ പ്ലെയിൻ എന്താണ്? ലോങ് നാരോ കോസ്റ്റൽ പ്ലെയിൻ നോൺ ആസ് അൽബറ്റനിക്ക എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആൻഡ് ഡിസേർട്ട് ഏതാണ്? റബ്ക ഖാലി ഷെയർഡ് വിത്ത് സൗദി അറേബ്യ ആൻഡ് യമൻ ആണ്. ഹയസ്റ്റ് പോയിന്റ് ഏതാണ്? മൗണ്ട് ഷാമസ് അഥവാ സൺ മൗണ്ടെയിൻ ആണ്. ക്ലിയർ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്താണ് ഈ ഒരു 7 ദിവസത്തെ കറണ്ട് അഫെയർ നമുക്ക് നോക്കാം. ഓക്കെ, താങ്ക് യു.